മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പാടിക്കൊണ്ട് ഈ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ നമുക്കെന്താ ഉണ്ടായത്? നമുക്ക് ഈ കവികൾ അവതരിപ്പിച്ച നമ്മുടെ ഗ്രാമീണതയുടെ സർഗാത്മകതയുടെ ശാലീന സൗന്ദര്യത്തിൻ്റെ വരികൾ മാത്രമല്ല, അതിലൂടെ ആധുനിക ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള ശക്തി മാത്രമല്ല, അതിൽ നമ്മൾ ആരും നമുക്കൊന്നും അറിയാത്ത തത്വശാസ്ത്രങ്ങളെ അവതരിപ്പിച്ചു. സാധാരണക്കാരൻ എവിടുന്ന് തത്വശാസ്ത്രം അറിയാനാ? തത്വശാസ്ത്രം അറിയണമെങ്കിൽ കുറച്ച് സംസ്കൃതം അറിയണ്ടേ? മലയാള അക്ഷരം പോലും അറിയാത്തവൻ എങ്ങനെ തത്വശാസ്ത്രം അറിഞ്ഞു? പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി, അദ്വൈതം ജനിച്ച നാട്ടിൽ. എത്ര സുന്ദരമായിട്ടാണ്! രാത്രിയിൽ ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് വെളിച്ചമില്ല, പകലൊറ്റ സൂര്യൻ മതി എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ വെളിച്ചത്തിനടുത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വ്യക്തതയും വെളിച്ചവും കിട്ടുമെന്ന് എത്ര സിമ്പിളായിട്ടാണ് വയലാർ എഴുതിയത്. അത്ര സുന്ദരമായിട്ടാണ് ദേവരാജ മാഷത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത്തരത്തിൽ ഫിലോസഫിക്കൽ പാട്ടുകൾ അദ്ദേഹം അവതരിപ്പിച്ചത് എത്രയാ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഈ വയലാറിൻ്റെ പാട്ട്, ആ പാട്ട് ഇന്നും പ്രസക്തമായിരിക്കുന്ന ഏറ്റവും വലിയ തത്വശാസ്ത്രമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്ന വരി അല്ലേ? ഉപനിഷത്ത് ദർശനം പ്രകൃതിയും മനുഷ്യനും ദൈവവും മൂന്നും കാലത്തിൻ്റെ പ്രതിരൂപമാണ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഇത് ആർക്കും വ്യാഖ്യാനമില്ലാതെ വയലാറിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചത് വയലാർ അഭിനയിച്ചു പാടിയ ഒരു സിനിമയുണ്ട്, അറിയാവോ? ഒരു പാട്ടുണ്ട്, അറിയാവോ? വയലാർ തന്നെ അഭിനയിച്ചു ചലനം ചലനം ചലനം. ഇത്തരത്തിൽ ഒരുപാട് ഫിലോസഫിക്കൽ ഗാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ ടീം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു.